പിന്നെ മോന് ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ സിംഗിൾ പാരൻ്റാണ്. നേരെ പറഞ്ഞ പോലെ സിംഗിൾ പാരൻ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെ ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആര്യ രാജേന്ദ്രൻ മുൻ മേയർ സ്ഥാനത്തിരുന്ന നമ്മുടെ യുവത്വം തുളുമ്പുന്ന ഒരു മേയർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഇവർ മേയറൊക്കെ ആയ സമയത്ത് നമ്മൾ വിചാരിച്ചു ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, യുവത്വത്തിൽ നിന്നും ഒരാൾ കയറിയില്ലേ, അതുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പിന്നെ മറ്റേ യദു എന്ന് പറയുന്ന ബസ് ഉടമയുടെ അല്ല ജീവനക്കാരൻ്റെ ഒരു കേസ് വന്ന സമയത്ത് നമുക്ക് എല്ലാം ശരിയായിട്ട് മനസ്സിലായിരുന്നു അതെന്തായിരുന്നു. ഇവരുടെയൊക്കെ സ്വഭാവങ്ങളും പണവും അധികാരം കയ്യിൽ വരുമ്പോൾ ഉണ്ടാവുന്ന സ്വയമേ ഞാൻ എന്നൊരു ഭാവവും കുന്തളിപ്പുക പതുക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ഇപ്പോൾ ഈ വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങിയിരിക്കുകയാണ്. യദു എന്ന് പറയുന്ന ആ ഡ്രൈവറോട് മേയറും മേയറിന്റെ ഭർത്താവുമായിട്ടുള്ള MLA സച്ചിൻ ബ്രോയും കൂടി കാട്ടിക്കൂട്ടിയ ഓരോ കോപ്രായങ്ങൾ. എൻ്റെ പൊന്ന് സച്ചിൻ ബ്രോ, നിങ്ങൾ ഇനിയിപ്പോ വരുന്ന ഇതിലൊക്കെ നിൽക്കുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ വോട്ടിന്റെ രൂപത്തിൽ തോൽപ്പിച്ച് കാണിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവരുടെയൊക്കെ കുന്തളിപ്പുകൾ, അന്ന് ഈ യദു എന്ന് പറയുന്ന വ്യക്തിയുടെ ജോലി തെറിപ്പിക്കുന്നു, അടുത്ത് ആ വ്യക്തി ഒരു പ്രൈവറ്റ് ബസ്സിൽ എങ്ങാണ്ട് പോയപ്പം അവിടെയും തെറിപ്പിക്കുന്നു, മൊത്തത്തിൽ ജീവിക്കാൻ സമ്മതിക്കാത്ത ലെവലില് ഈ മേയറിന്റെ ഭർത്താവും കൂടി കാട്ടിക്കൂട്ടി എന്നേ ഞാൻ പറയത്തുള്ളൂ. സാധാരണക്കാര് ഇട്ടുകൊടുത്ത പിച്ച അതേ ഞാൻ പറയത്തുള്ളൂ. വോട്ടെന്ന രൂപത്തിൽ ആ കിട്ടിയിട്ട് ആ വോട്ടും കൊണ്ട് ജയിച്ച് അധികാരങ്ങളിൽ കയറിയിരുന്നിട്ട് ഞാൻ എന്തോ ആയെന്നുള്ളൊരു തോന്നലും, നമ്മൾ എന്തോ ഒരു സംഭവമാണ്, നമ്മളാണ് ഇനി ഇവിടെ ഭരിക്കുന്നതെന്നുള്ളൊരു തോന്നലും കുന്തളിപ്പും ഉള്ളിൽ കയറിയിട്ട് പാവപ്പെട്ട സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത. ഒരു ബസ് സൈഡ് കൊടുത്തില്ലെന്ന് വെച്ച് വളഞ്ഞ് ഫ്രണ്ടിൽ കയറി റേസ് ചെയ്ത് അവനെ മറ്റേ ഗീ എന്നൊക്കെ കിടന്ന് വിളിക്കുന്നത് എന്തോ ഒരു സംഭവമൊന്നുമല്ല. ഇവിടെ ബസ്സുകാരന്മാർ സൈഡ് കയറാതെ കുന്തളിപ്പുകൾ കാണിക്കാറുണ്ട്. പക്ഷെ അവന്റെ ജോലി അടക്കം തെറിപ്പിച്ച് അവനെ ജീവിക്കാൻ പോലും സമ്മതിക്കാണ്ട്, ഒരു ജോലി പോലും അവനെ ചെയ്ത് ജീവിക്കാൻ പോലും സമ്മതിക്കാണ്ട് അവന്റെ ജീവിതം തുലച്ചു കളയുന്ന നിങ്ങൾക്ക് എന്തർത്ഥത്തിലാണ് ഒരു മേയർ ആയിരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വരുന്ന ഇലക്ഷനിൽ ഒരിക്കലും ഈ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജയിക്കാനുള്ള ഒരു ഇടം കൊടുക്കരുത്. ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരിക്കലും നമ്മുടെ നാട് ഭരിക്കാൻ പാടില്ല. ആപത്തിലേക്കാണ്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ അധികാരവും പൈസയും കയ്യിൽ കയറുമ്പോൾ കുന്തളിപ്പുകൾ തോന്നി നമ്മൾ തന്നെയാണ് നാടിന്റെ ഉസ്താദെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ ഇടിച്ചു കയറി അവന്റെ കഞ്ഞിയിൽ പാറ്റയിടുന്ന ഇതുപോലത്തെ ജനപ്രതിനിധികൾ വേണ്ട എന്ന് തന്നെ ഞാൻ പറയും. എന്നാലും സംഭവം നമുക്കൊരു അരുവിൽ നിന്ന് തുടങ്ങാം. അന്ന് ബസ്സിന് വട്ടം വെച്ചുകൊണ്ട് പട്ടി ഷോ കാണിച്ചതെന്ന് കാണാം. ബസ് തടഞ്ഞു നിർത്തി എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. ഒരു തിരുവനന്തപുരത്തെ മുന്നിലുള്ള ഈ സിഗ്നലിൽ ബസ് നിർത്തുകയാണുണ്ടായത്. ചുവന്ന ലൈറ്റ് കത്തിയപ്പോൾ സാധാരണഗതിയിലുള്ള ട്രാഫിക് രീതികൾ വെച്ച് ഏതൊരു വാഹനവും അവിടെ നിർത്തും. അങ്ങനെ നിർത്തിയ വാഹനത്തിനടുത്ത് നിന്നുണ്ടായ ഒരു വാക്കുകൾ, വളരെ ചുരുങ്ങിയ സമയം, നിമിഷങ്ങൾ മാത്രം എന്നൊരു കാര്യം. ഞാൻ പൊട്ടന ഈ വണ്ടിയുടെ വട്ടം വളച്ച് അതിന്റെ ഫ്രണ്ടിൽ കയറി നിന്നിട്ട് ബസ് തടഞ്ഞൊന്നും നിർത്തിയില്ല. നമ്മൾ സിഗ്നലിൽ നോക്കി പാർക്ക് ചെയ്ത്. എന്റെ പൊന്ന MLA അണ്ണ, നിങ്ങൾ ഏത് സിഗ്നലിലാണ് ഇങ്ങനെ നിർത്താൻ പഠിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഏത് സിഗ്നലിലാണ് നിങ്ങൾ ഇത് പോയി പഠിച്ചത്? ഈ ക്ലാസ്സിന് പോയ ആ സിഗ്നൽ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഇത്രയ്ക്ക് നിങ്ങൾ വെൽ ഡെവലപ്ഡ് ആയിട്ട് എവിടെ പോയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ പഠിച്ചതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. പക്ഷെ എന്റെ പൊന്നെണ്ണ, നിങ്ങളെ നമിച്ച്. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഇതുപോലുള്ള എല്ലാ കാട്ടാപ്പുകളെയും ഉടായ്പകളെയും പൊളിച്ചടിക്കിട്ട് നമ്മളിവിടെ ഇനി ബാക്കിയാവും. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെയും പറഞ്ഞു വിട്ടാൽ തീർന്ന്, അല്ലെങ്കിൽ നമ്മൾ സത്യത്തിനൊപ്പം നിന്ന് ഇതുപോലെ തുറന്ന് ഓരോന്നൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കും. അണ്ണൻ പറയുന്നേട്ടാ, നമ്മൾ സാധാരണ സിഗ്നൽ നോക്കി പാർക്ക് ചെയ്ത് നിർത്തിയിരുന്നെന്ന് വണ്ടിക്ക് വട്ടം വളയം വെച്ചിട്ട്. എന്റെ പൊന്നെണ്ണ, അന്ന് ആ പാവ യദു എന്ന് പറയുന്ന CCTV അല്ലല്ലോ, ബസ്സിലുണ്ടായിരുന്ന ക്യാമറ ഫുട്ടേജിലെല്ലാം പിടിച്ച സാധനങ്ങളെല്ലാം ഏൽപ്പിക്കേണ്ട അടുത്ത്. പക്ഷെ നിങ്ങളുടെ അധികാരവും പണത്തിന്റെ കുന്തളിപ്പും വെച്ച് അതെല്ലാം മുക്കി അവസാനം അവൻ കള്ളനെന്നുള്ള രീതിയിലായി. എന്നിട്ട് വിട്ടോ? അതും വിട്ടില്ല. അവന്റെ ജോലി തെറിപ്പിച്ചു. എന്നിട്ട് അതും വിട്ടോ? അവൻ അടുത്ത് വേറൊരു പ്രൈവറ്റ് ബസ്സിൽ കയറപ്പോൾ അവിടെയും അവന്റെ ജോലി തെറിപ്പിക്കുന്നു. വാട്ട് എ പതത്തറ്റിക് സിറ്റുവേഷൻ. എന്നാലും ബസ്സിന്റെ അകത്ത് വെച്ച് അന്ന് കാണിച്ച പട്ടി ഷോ കാണണ്ടേ? അതായത് ഇവർ രണ്ടുപേരൊക്കെ പുറത്ത് നിന്ന് ഞാൻ താണ്ട മേയർ ആൻഡ് വൈഫ് അല്ല, മേയർ ആൻഡ് ഹസ്ബൻഡ് MLA സാറിണ്ട. ജനങ്ങള് ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ തീരുമാനിക്കണം ഇതുപോലുള്ളവരെ വീണ്ടും നമ്മൾ ജയിപ്പിച്ച് വിടണോ, അല്ലെങ്കിൽ ചിലപ്പം ഒപ്പിന് കുപ്പി അല്ല അതുപോലത്തെ സെറ്റപ്പ് എന്തെങ്കിലും പരിപാടികൾ ചെയ്തു കൂട്ടും. വോട്ടിന് കുപ്പി ചിലപ്പോൾ നക്കാപ്പിച്ച കുറച്ച് ഇട്ട് തന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് ജനങ്ങൾ വീണ്ടും പോയി വോട്ട് കൊടുത്ത് വിഡ്ഢികളാകരുത്.
കാരണം ഇവരെയൊക്കെ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഇവരുടെയൊക്കെ പോക്കറ്റുകൾ വിയർപ്പിക്കുന്നതല്ലാണ്ട്, അതുപോലെ അധികാരത്തിന്റെ കുന്തളിപ്പിൽ ജനങ്ങളുടെ മേലിൽ ഇടിച്ചു കയറുന്നതല്ലാണ്ട് ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്ത ചരിത്രമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷേ ഇതുപോലെ പാവങ്ങളുടെ മെക്കിട്ട് ഇടിച്ചു കയറി ജനങ്ങളുടെ കണ്ണി പൊടിയിട്ടും കൊണ്ട് ഇതുപോലെ പട്ടിഷോയും കാണിച്ച് വലിയ സംഭവമാക്കുന്ന ഒരു വെപ്രാളത്തിലാണ് ഇവരൊക്കെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. എന്തായാലും നിയമത്തിന്റെ വഴിയിൽ നിന്നും ഈ യദു എന്ന് പറയുന്ന വ്യക്തിക്ക് നീതി ലഭിച്ച് വരികയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവൻ നിരപരാധിയാണെന്നും അവന്റെ ഭാഗത്ത് തെറ്റില്ലെന്നുമുള്ള കാര്യങ്ങളൊക്കെ ക്രമേണ തെളിഞ്ഞു വരുന്നുണ്ട്. പണത്തിന്റെ അധികാരത്തിന്റെ കുന്തളിപ്പിൽ കുറെ കാട്ടിക്കൂട്ടി, പക്ഷെ ഇവിടെ നിയമം അത് നമ്മൾ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ഏതറ്റം വരെയും പോയിട്ട് സത്യത്തിന് വേണ്ടി പോരാടുകയാണെങ്കിൽ ഒരുപക്ഷെ നീതി ലഭിച്ചേക്കും. അതുപോലെ നീതി ലഭിക്കും യദുവിനെന്നാണ് നമ്മളും വിശ്വസിക്കുന്നത്. അന്ന് അവിടെ ബസ്സിൽ കാണിച്ച പട്ടി ഷോ ഒന്ന് കണ്ടു നോക്കാം. മേയറും MLA നല്ല കാര്യമാണ്. ഈ ബസ്സുകാരന്മാർ ചില സമയങ്ങളിൽ കുന്തളിപ്പ് കാണിക്കാറുണ്ട്. ബസ്സിൽ എനിക്കും വലിയ യോജിപ്പൊന്നുമില്ല. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ ബൈക്കിലൊക്കെ ഇവന്മാർ ഒതുക്കി ചേർത്ത് എടുത്ത് പണ്ടാറടക്കാനായിട്ട് കൊണ്ടുപോകും. പണ്ടാറടക്കാനായിട്ട് ഓളം വഴക്കും, അതുപോലെ എടുത്തുകൊണ്ടൊക്കെ പോകും. നമ്മൾ ചോദിക്കും നമ്മൾ ചത്തുന്നു. ആ സെറ്റപ്പിൽ ഇവന്മാർ ചില സമയങ്ങളിൽ പോകാറുണ്ട്. പക്ഷെ ഇവിടെ മേയറും നമ്മുടെ MLA ചേട്ടനും കൂടിയൊക്കെ വലിയ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നു. ഓക്കെ, വോട്ടവർ. ഇനിയിപ്പോൾ ബസ്സുകാരന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കൂടി, തെറ്റുണ്ടെന്നല്ല, നമുക്ക് അതിന്റെ വിശദാംശം അങ്ങോട്ട് ചെക്ക് ചെയ്യാം. പക്ഷെ തെറ്റുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വന്ന് വട്ടം വെച്ച് പട്ടി ഷോ കാണിക്കേണ്ട കാര്യമില്ല. ഇനി വട്ടം വെച്ച് പട്ടി ഷോ കാണിച്ചെന്നും കൂട്ടിക്കോ, പക്ഷെ അവന്റെ ജോലി തെറിപ്പിച്ചു, അവന്റെ കുടുംബത്തിന്റെ അന്നം മുട്ടിച്ചു. എന്നിട്ട് ആ ജോലി പോയതിനു ശേഷം വേറെ പ്രൈവറ്റ് ബസ്സിൽ എങ്ങാണ്ട് പോയപ്പോൾ അവിടെയും മുട്ടിച്ചു. അപ്പൊ നിങ്ങൾ ഇന്റൻഷ്യലി അവനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു. പക്ഷെ ഇവിടെ ഈ മേഡവും ഭർത്താവും കൂടി കാണിച്ച പട്ടി ഷോ ആണെന്നും ഇത് അധികാരത്തിന്റെ കുന്തളിപ്പാണെന്നും നമുക്ക് വരെ അങ്ങോട്ട് തെളിയും. അതിനുള്ള കറക്റ്റായിട്ടുള്ള എവിഡൻസ് അടക്കം ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരടക്കം പറയുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ട് കുറെ കൂടി കാര്യങ്ങൾ കിട്ടും. എന്തായാലും നമ്മുടെ സച്ചിൻ ചേട്ടൻ, MLA സച്ചിൻ ചേട്ടൻ, ആര്യ രാജേന്ദ്രൻ ചേച്ചിയുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. കാലങ്ങളിൽ അതിൽ താങ്കൾക്കും പങ്കാളി ആര്യ രാജേന്ദ്രനും അതിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നും അത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ശരിക്കും അതിന് പിന്നിലെ വസ്തുത എന്താണ്? അതിൽ വളരെ 5 മിനിറ്റിൽ താഴെ മാത്രം ഉണ്ടായിരുന്നൊരു ചെറിയ പ്രശ്നമാണ്, ഒരു വാക്കുതർക്കമായിരുന്നു അത്. അത് യഥാർത്ഥത്തിൽ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു മോശമായ അനുഭവം എന്നോടൊപ്പം യാത്ര ചെയ്തിരുന്ന എൻ്റെ സഹധർമ്മിണിയും സഹോദരിയുമായ 2 പേർക്ക് ഉണ്ടായ വളരെ മോശമായൊരു അനുഭവം. ആ അനുഭവം ഒരു വാക്കുതർക്കമായി മാറുക മാത്രമാണ് അതിലുണ്ടായിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. അത് സ്ത്രീകളിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ച് ആ പ്രതികരണം ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയോട് ഒരിക്കലും സന്ധി ചേരാനാവില്ല. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ചുമതലയിലുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നുള്ള നിലപാടിനോട് എനിക്കൊരു യോജിപ്പുമില്ല. ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല ഒരു അധികാരവും സ്ഥാനങ്ങളും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്വാഭാവികമായും ഒരു മോശമായ അനുഭവം ഒരു സ്ത്രീക്കുണ്ടായി കഴിഞ്ഞാൽ ആ സ്ത്രീ ആ ഘട്ടത്തിൽ പ്രതികരിക്കും. പറയാനുള്ള കാര്യങ്ങൾ പറയും. പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? ബസ് തടഞ്ഞു നിർത്തി എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. ഒരു തിരുവനന്തപുരത്തെ പാളയം സാഫല്യം കോംപ്ലക്സിൻ്റെ മുന്നിലുള്ള ഈ സിഗ്നലിൽ ബസ് നിർത്തുകയാണ് ഉണ്ടായത്. ചുവന്ന ലൈറ്റ് കത്തിയപ്പോൾ സാധാരണഗതിയിലുള്ള ട്രാഫിക് രീതികൾ വെച്ച് ഏതൊരു വാഹനവും അവിടെ നിർത്തും.
അങ്ങനെ നിർത്തിയ വാഹനത്തിനടുത്ത് നിന്നുണ്ടായൊരു വാക്കുതർക്കം, വളരെ ചുരുങ്ങിയ സമയം, നിമിഷങ്ങൾ മാത്രം നിന്നൊരു കാര്യം. അന്നേ ദിവസം തന്നെ രാത്രി ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള ബസ് ഡ്രൈവർ ആര്യയെ വിളിച്ച് തെറ്റുപറ്റിപ്പോയി, അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ പശകാണ്, നിങ്ങളത് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രശ്നം അപ്പോൾ തന്നെ പറഞ്ഞ് അത് ആവർത്തിക്കാൻ പാടില്ല, അതൊരു ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞൊരു ഫോൺ സംഭാഷണത്തിൽ അവസാനിപ്പിച്ച കാര്യമാണത്. ആ ഫോൺ സംഭാഷണത്തിൻ്റെ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. തെറ്റു പറ്റിയില്ലായിരുന്നെങ്കിൽ അന്നേ ദിവസം തന്നെ രാത്രി ആ ഡ്രൈവർ എന്തിനാണ് എൻ്റെ ഭാര്യയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയേണ്ട സാഹചര്യം ഉണ്ടായത്? അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പേടി കൊണ്ടായിരിക്കും. കാരണം നിങ്ങളൊക്കെ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് അറിയത്തില്ല. ജോലി തെറിപ്പിച്ചില്ലേ, ജീവിക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പേടി വരൂടെ. കുടുംബവും കുട്ടിയൊക്കെ ഉള്ള എല്ലാ ആൾക്കാർക്കും പേടി വരും. നമ്മളെപ്പോലെ ഒറ്റത്തടിയായിട്ട് നടക്കണമാർക്ക് ചിലപ്പോൾ മുന്നും പിന്നും ചിന്തിക്കാൻ കാണത്തില്ല. അങ്ങനെയുള്ളവന്മാർക്ക് ഇതെന്ത് തേങ്ങയായാലും പോട്ടെന്നുള്ള പുല്ലെന്നുള്ള രീതിയിലിരിക്കും. പക്ഷെ കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളവർക്ക് അവർക്കൊരു ചിന്ത വരും. പിന്നെ അണ്ണൻ പറഞ്ഞതല്ല, സിഗ്നലിൽ പാർക്ക് ചെയ്ത് നിർത്തിയിരുന്നാണല്ലോ. അണ്ണന് ഏത് സിഗ്നലിലാണ് ഇങ്ങനെ പാർക്ക് ചെയ്യാനായിട്ട് പഠിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഏത് സിഗ്നലിലാണ് വട്ടം ചുറ്റി ബസ്സിന് കുറുകെ എടുത്ത് ഇങ്ങനെ വട്ടം ചുറ്റി നിന്നും കൊണ്ട് സിഗ്നൽ ഉണ്ടാക്കാൻ എവിടെയാണ് പഠിപ്പിച്ചത്? ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടാണ് അണ്ണൻ ഡ്രൈവിംഗ് പഠിച്ചത്? അവിടെ എവിടെയാണ് ഇങ്ങനത്തെ സിഗ്നലിൽ പാർക്ക് ചെയ്യണം എന്നുള്ള രീതി പഠിപ്പിച്ചത്? എനിക്കൊന്ന് പഠിക്കാൻ പോകാനാണ്. കാരണം ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തള്ളു 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 തന്നെ ന്യായീകരിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണം കേട്ടാ. ഇതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് കയ്യിലുള്ളതാണ്. എന്നിട്ടാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ തോന്നുന്നുണ്ടല്ലോ. അത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വീണ്ടും ഇനി ആ മനുഷ്യനെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല ഒരു തരത്തിലും. ആ യദു എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവോ? സ്വന്തം കൊച്ചിനൊരു കേക്ക് പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളെപ്പോലുള്ള അധികാരത്തിന്റെ മേളിലിരിക്കുന്ന കുന്തളിപ്പുകൾ നിറഞ്ഞ ആൾക്കാർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ മുഖ്യമന്ത്രി ആണെന്ന് വെച്ചോ, എനിക്ക് ഈ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം എന്നുള്ള വാശിയൊന്നും ഇല്ലല്ലോ. മര്യാദയ്ക്ക് പതുക്കെ പോയാൽ പോലെ. ജനങ്ങളല്ലേ തിരഞ്ഞെടുത്തത്. ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെയല്ലേ നിങ്ങളൊക്കെ അധികാരങ്ങളിൽ കയറി ഇരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്കൊക്കെ മാത്രം എല്ലാവരും വഴിമാറി തരണം, ആംബുലൻസിന് മാത്രം ഇവിടെ വഴിമാറി കൊടുത്താൽ മതിയെന്നാണ് എൻ്റെ ഒരു നിലപാട്. വേറെ ഒന്നിനും പെട്ടെന്നൊന്നും വഴിമാറി കൊടുക്കേണ്ട അത്രയ്ക്കങ്ങ് അർജന്റൊന്നുമില്ല. പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തോ കിടുതാപ്പ് എടുക്കാൻ പോകുന്ന പോലെയാണ് പോണത്. അവിടെ എവിടെയെങ്കിലും പോയി ചുമ്മാ ഇതിൻ്റെ അകത്ത് കയറി ചായ പിടിച്ചോണ്ടിരിക്കാനായിരിക്കും. അമ്മ രീതിയിലാണ് പോലീസൊക്കെ സൈഡ് മാറ്റി വിട്ട് ഹോണൊക്കെ അടിച്ച് പോകുന്നത്. പോക്കുണ്ടാ തോന്നും, വലിയ സംഭവം തന്നെ നേദിക്കാൻ പോകണമെന്ന് തോന്നും. എൻ്റെ പൊന്നളിയന്മാർ, നിങ്ങളൊക്കെ വരുമ്പം സാധാരണ ജനങ്ങൾ വഴിമാറി തരണമെന്ന് പറയുന്നതിൽ എനിക്കൊരു അർത്ഥം തോന്നുന്നില്ല. ജനങ്ങളെ തിരഞ്ഞെടുത്തതാ. അങ്ങനെയുള്ള നിങ്ങൾ ഇനിയിപ്പോൾ വഴിമാറി നിങ്ങൾക്കൊക്കെ വഴിമാറി തന്ന് നമ്മളങ്ങ് കുമ്പിട്ട് നിൽക്കണമെന്ന് പറയുന്നത് നിങ്ങളങ്ങ് പണ്ട് രാജ്യഭരണകാലത്ത് പോയി നിന്ന് പറഞ്ഞാൽ മതി. അവിടെ ചിലപ്പോൾ അംഗീകരിക്കും. പക്ഷെ ഇന്ന് ജനങ്ങൾ അംഗീകരിക്കില്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവാണ്. നിങ്ങളൊക്കെ എന്ത് ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ, എന്ത് കോലാണ്ടി കാണിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ജനങ്ങൾ എക്സ്പോസ് ചെയ്യും. ഇവരെയൊക്കെ വിചാരിക്കും ഇവർ എന്നെ കോടതി എന്ന്. എന്തോന്നല്ലേ കുന്തളിപ്പുകൾ കാണിക്കുന്നതിലൊക്കെ ഒരു പരിധി വേണ്ടേ? കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താ വിഡ്ഢികളാണ്. ഇവിടെ സച്ചിൻ ബ്രോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നലിൽ പാർക്ക് ചെയ്തെന്ന്. എൻ്റെ പൊന്നളിയാൻ നിന്നെ ഏത് സിഗ്നലിലാണ് ഇതുപോലെ പാർക്ക് ചെയ്യാൻ പഠിപ്പിച്ചതെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. അണ്ണൻ്റെ പറച്ചിലിട്ട് കഴിഞ്ഞാൽ അണ്ണൻ സിഗ്നലിൽ ഇങ്ങനെ പാർക്ക് ചെയ്യാം. എന്തോന്നിനായി പണി വെച്ചിരിക്കേ. അല്ലാണ്ട് എന്നെ പറയാന്. ഇത് അടുത്ത ഇലക്ഷനിൽ ജനങ്ങൾ മറുപടി കൊടുക്കണം. വോട്ടെന്ന രൂപത്തിൽ വേറെ ആർക്കെങ്കിലും കുത്തിയിട്ട്, മനസ്സിലായോ? അല്ലാതെ ഇങ്ങേർ കൊണ്ട് കുത്തിയിട്ട് വോട്ടെന്ന രൂപത്തിൽ നമ്മൾ തോപ്പിച്ചിരിക്കണമെന്ന് പറയില്ല. വേറെ ആർക്കെങ്കിലും കുത്തി ഇതുപോലെയുള്ള ധാർഷ്ട്യം പിടിച്ച ആൾക്കാരെ ജനങ്ങൾ മാറ്റി നിർത്തണം. കാരണം നമ്മൾ വോട്ടിട്ട് നമ്മൾ കുത്തി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണല്ലോ ഇതുപോലുള്ളവരൊക്കെ കയറി അധികാരങ്ങളിൽ ഇരിക്കുന്നത്. ഇരുന്നും കൊണ്ട് കാണിക്കുന്നത് സ്വന്തം വളർച്ചയും സ്വന്തം കുന്തളിപ്പ്. അത് എല്ലാവരും അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നില്ല മരുന്നിന് ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടായാലോ ഉണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് യുവാക്കളെയും യുവതികളെയൊക്കെ പിടിച്ച് ഈ സ്ഥാനങ്ങളിൽ ഇരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. പക്ഷെ അവരിതുപോലെ അധികാരങ്ങളിൽ കയറിയിട്ട് ഇതുപോലെ കുന്തളിപ്പുകൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? ആരെ വിശ്വസിക്കും? എല്ലാം കണക്കാണ്. അതിനേക്കാളും ഡമ്മി കണക്കിന് ആദ്യം കളവന്മാരിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം നമ്മുടെ മേയർ സ്ഥാനമൊക്കെ മാറിയിട്ടുണ്ടല്ലോ, വേറെ ആളൊക്കെ ആയല്ല. അതുകൊണ്ട് അതിലൊരു സമാധാനമുണ്ട്. ഇതുപോലത്തെ കുന്തളിപ്പുകൾ വീണ്ടും അധികാരങ്ങളിൽ കയറി ഇരുന്നു കൊണ്ട് കുന്തളിപ്പുകൾ കാണിക്കാതിരിക്കട്ടെ. ഇനി നമ്മളെ യദു എന്ന് പറയുന്ന ആ ബസ് ഡ്രൈവർ ആയിട്ടുള്ള വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കുക. അവസ്ഥ മദ്യപിക്കാറുണ്ടോ? ഞാനങ്ങനെ മദ്യപിക്കാറൊന്നുമില്ല. പൊതുവേ മദ്യപിക്കാറില്ല എന്നാണ് പറഞ്ഞ് എന്നെ മദ്യപാനിയായിട്ട് മാറ്റി. ഇതൊക്കെ ചെക്ക് ചെയ്തല്ലോ, അവരെല്ലാം ചെക്ക് ചെയ്തു. ആദ്യം മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി ഊതി പരിശോധന നടത്തിയപ്പോൾ അതിലൊന്ന് നെഗറ്റീവ് കാണിച്ചുകൊണ്ട് അവർ നേരെ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ നെഗറ്റീവ് കാണിച്ചു. പക്ഷേ അന്നേ ദിവസം ഈ വഴക്ക് കൂടി എൻ്റെ അടുത്ത് 2 പയ്യന്മാരുണ്ടായിരുന്നു. അവർ സംസാരിച്ചപ്പോൾ നല്ല രീതിയിൽ മദ്യത്തിൻ്റെ നാട്ടം ഉണ്ടായിരുന്നു. ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ ഇതിൻ്റെ മെഡിക്കൽ എടുക്കാൻ സമ്മതിച്ചില്ല. അവർ മേയറാണെന്ന് പിന്നീട് പറഞ്ഞപ്പോഴാണ് എനിക്കറിയാമെന്നുള്ളത്.
നമ്മൾ അറിയുന്നില്ലല്ലോ മേയറാണെന്നുള്ളത്. ലൈംഗിക ചുവയുള്ള ആംഗ്യങ്ങൾ കാണിച്ചുവെന്നും മുൻ മേയറും അവരുടെ കുടുംബാംഗങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? അത് ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചെന്ന് അവർ പറയുന്നുള്ള അറിവേ ഉള്ളൂ. അവർ പറഞ്ഞപ്പോഴും ഞാൻ ചോദിക്കുകയാണ് എന്ത് ആംഗ്യമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അറിഞ്ഞോടാത്തോണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് എനിക്കൊരു മടിയില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ പറയും. ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള തെളിവില്ല. ഈ മേയർ പറയുന്നതാണ്. ആദ്യം എൻ്റെ അടുത്ത് വണ്ടി ക്രോസിന് കൊണ്ടിട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ റാഷ് ഡ്രൈവിംഗ് വണ്ടി തട്ടാൻ വന്നു എന്നാണ് ചോദിച്ചത്. ലൈംഗിക ചുവ എന്ന് പറയുന്ന വാക്ക് പിന്നീടാണ് വന്നത്. തർക്കം കൂടിയപ്പോഴാണ് പിന്നെ അങ്ങനെ ഒരു വാക്ക് പറയുകയും ഞാൻ അന്തം വിട്ട് ചോദിക്കുകയും ചെയ്തത് എന്താണ് ആംഗ്യം ഞാൻ കാണിച്ചെന്നുള്ളത്. അങ്ങനെ ചുവയുള്ള ആംഗ്യം കാണിക്കുന്നത് സ്പെഷ്യലായിട്ട് അവർക്കറിയായിരിക്കും എന്താണ് ആംഗ്യം എന്നുള്ളത്. അവർക്ക് അറിയായിരിക്കും, അത് എനിക്കറിയത്തില്ല. മുൻ മേയറുടെയും MLA-യുടെയും അധികാരത്തിന്റെ ദുരുപയോഗം കാരണം ജോലി നഷ്ടപ്പെട്ടു വന്നെങ്കിൽ അപ്പോൾ പുതിയ ജോലിയെ പറ്റി എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ട്? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പുതിയ ജോലിയുമായി എത്തിയിട്ടുണ്ടോ? ജീവിതം മുന്നോട്ട് എങ്ങനെ പോകുന്നു? സാമ്പത്തികപരമായ ഇടപെടൽ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയൂ. അത് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഇതിൻ്റെ പേര് കോർപ്പറേഷൻ 30 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ആ കോർപ്പറേഷൻ ഈ മേയർ കാരണം കുറേ പോയിട്ടുണ്ടായിരുന്നു. 50 സീറ്റോളം BJP പിടിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഈ മേയർ ഈ സ്വഭാവം കാര്യങ്ങളും കൊണ്ട് കുറേയൊക്കെ സീറ്റ് നഷ്ടപ്പെട്ട് അത് എന്നെ ബാധിക്കുന്ന കേസല്ല. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ സീറ്റ് പോയത് പിന്നെ ഏകദേശം ഒരു കാരണം ഇതും കൂടെ ആണെന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അതാവാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ആ ജോലി പോയതും കാര്യങ്ങളൊക്കെ എന്നെ ബാധിക്കുന്ന കേസാണ്. അത് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ BJP വാഗ്ദാനം എന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ജോലി വാഗ്ദാനമായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് BJP മാത്രമല്ലല്ലോ, അത് BJP ആളുകൾ എന്നെ വിളിച്ചിട്ടില്ല. ഓരോ ചാനലിൽ ഓരോരുത്തർ പറയുന്ന കേട്ടുള്ള അറിവേ എനിക്കുള്ളൂ. BJP ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു. ഇവിടെ നിന്നത് BJP-യുടെ ഗോപൻ ചേട്ടൻ എന്ന് പറയുന്നത്. ആ ചേട്ടൻ ഇവരെ ജോലി രസമൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഓഫർ തന്നിട്ടില്ല. പിന്നെ അതുമല്ലാതെ എന്നെ ആദ്യം ജോലി ഓഫർ തന്നത് റോബിൻ എന്ന് പറയുന്ന ആളാണ്. റോബിൻ ബസ്സിൽ ഉടമസ്ഥതയുള്ള റോബിൻ എന്ന് പറഞ്ഞു. അതും എൻ്റെ അടുത്ത് വന്ന് KSRTC പറഞ്ഞു വിട്ടതിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അത് എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് പോയി തിരക്കുകയാണ്. പറഞ്ഞു വിട്ടിട്ടില്ല. കേസ് പരമായിട്ട് കേസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് കേസിലെ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ മാത്രമേ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അതുവരെ പുറത്താണ്. എന്നെ കേട്ടിട്ടില്ല, ഇറക്കിയിട്ടില്ല. അങ്ങനെ നിർത്തിയിരിക്കും. ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിൽ ലീവ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ KSRTC ഉള്ളതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത് അച്ഛനും അമ്മയ്ക്കൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, പ്രായമായ ആൾക്കാർ. പിന്നെ ഒരു മോനുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഇവരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേസ് കാര്യമായിട്ട് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഈ സാധാരണക്കാരൻ്റെ കഞ്ഞിൽ പാറ്റയിടുന്നത് ഇതുപോലെ കുന്തളിപ്പ് പറഞ്ഞ ടീംസിന് കുറച്ച് ഹരമായിരിക്കും, സ്വാഭാവികം. അതുപോലെ പ്രത്യേകിച്ച് ഈ ബസ് ഓടിക്കുന്ന ബസ് ഡ്രൈവർമാർക്ക് ഓൾറെഡി ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് ബസ്സുകാരൻ്റെ നെഞ്ചത്തിടിച്ച് കയറിയ മാസ് കാണിച്ച മേയർ ആൻഡ് MLA എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ എടുത്തിട്ട് ആഘോഷിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് വട്ടം ചുറ്റി ഇരുന്നിട്ട് പറയുന്നു ഞാൻ ലീഗലിയാണ്, മറ്റേ നിയമപരമായിട്ടാണ് പാർക്ക് ചെയ്തതെന്ന്. അത് കേട്ടപ്പോൾ തന്നെ ഉടായ്പ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. ഇനി ഈ പാവപ്പെട്ടവൻ്റെ നെഞ്ച് തിരിച്ചു കയറാണ്ട് നിങ്ങളുടെയൊക്കെ മുകളിൽ അധികാരങ്ങളിൽ ഇരുന്നു കൊണ്ട് കുന്തളിപ്പുകൾ കാണിക്കില്ലേ, അവരെയൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ വലിച്ച് താഴോട്ടിട്ട് എക്സ്പോസ് ചെയ്ത് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് അന്തസ്സുണ്ട്. അല്ലാതെ പാവപ്പെട്ടവൻ്റെ ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ നടക്കുന്ന ഇതുപോലത്തെ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തല്ല ഇടിച്ചു കയറേണ്ട. ബസ് ഡ്രൈവർമാർ ഒരുപാട് കുന്തളിപ്പുകൾ കാണിക്കണവന്മാരുണ്ട്. എന്ന് വെച്ചിട്ട് കാർ ഓടിക്കണവന്മാർ കുന്തളിപ്പ് കാണിക്കാത്തവരെന്നാ, ബൈക്ക് ഓടിക്കണവന്മാർ കുന്തളിപ്പ് കാണിക്കാത്തവന്മാരാ, എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് ബസ് ഡ്രൈവേഴ്സിന് പൊതുവെ ആ ഒരു പേരുള്ളത് കൊണ്ടും അതിൻ്റെ ഇത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനായിട്ട് മേയറും ടീമും കൂടി ഇറങ്ങി തിരിച്ചതായിരുന്നു. പക്ഷെ അത് വീണ്ടും കയറി പോയതല്ലാണ്ടൊന്നും സംഭവിച്ചില്ല. ഇനി യദു ബ്രോ പറയുന്ന ബാക്കി കേട്ട് നോക്കാം. പിന്നെ മോന് ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ സിംഗിൾ പാരൻ്റാണ്. മേയർ പറഞ്ഞ പോലെ സിംഗിൾ പാരൻ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെ ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുള്ളൂ, ഈ നാട്ടുകാർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ മേയറായാലും അവർക്ക് സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. സാമ്പത്തികമായിട്ടല്ല MLA ഹസ്ബൻഡ് MLA ആണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എൻ്റെ അവസ്ഥ അതല്ല. അപ്പോൾ ഞാൻ അന്നേ വിളിച്ച് ഇപ്പോൾ സച്ചിൻ ദേവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ചെറിയ 5 മിനിറ്റത്തെ പ്രശ്നമേ ഉണ്ടായിരുന്നു. 5 മിനിറ്റത്തിലായിരുന്നു പട്ടം തൊട്ട് ഇങ്ങേറ്റം വരെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. പാളയം സാബല്യത്തിൻ്റെ അവിടെ വരെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. ഇവർ നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തതെന്ന് വെച്ചാൽ എന്നെ തന്തയ്ക്ക് വിളിക്കുകയും ഈ സച്ചിൻ ദേവ് ബസ്സിൻ്റെ അകത്ത് കയറിയുന്നു. ഈ യാത്രക്കാരനിൽ ഒരാളായിട്ടുള്ള ഒരാൾ നമ്മൾ ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ഡിലീറ്റ് ചെയ്യാൻ പറയുകയും ബസ്സിൻ്റെ അകത്ത് കയറി ബസ്സിൻ്റെ കണ്ണാടിയിൽ ഇടത് സൈഡിൽ ഹൈഡ്രോളിക് ലോറി വന്ന് കൈമുറുക്കി ഇടിക്കുകയും കണ്ടക്ടർ പറഞ്ഞ ഇതിൽ ഞാൻ തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതൊന്നാമത് കേസ്. അത് കഴിഞ്ഞ് എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ അച്ഛൻ തയ്യൽ മെഷീൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ തയ്യൽ മെഷീൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ ആരെങ്കിലും വാങ്ങിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ ഇതിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഭയങ്കര പണക്കാരനൊന്നുമല്ല. പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്നു 2-3 പ്രാവശ്യം ഓടി സ്ഥിരമായിട്ട് ഒരു ബസ്സിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്ത് പോലീസുകാരായാലും വെഹിക്കിളായാലും ടാർഗറ്റ് ചെയ്ത് ഞാൻ ഓടുന്ന വണ്ടിയെ പിടിപ്പിക്കുകയും എല്ലാ വണ്ടി കറക്റ്റ് സമയത്തല്ല ഓടുന്നത്, അതിൻ്റെ സമയത്തല്ല ഓടുന്നത്, മാറ്റി തിരിച്ചൊക്കെയാണ് ഓടുന്നത് കളക്ഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുകയും അങ്ങനെ മുതലാളിമാർ സ്ഥിരമായ വണ്ടി തരാതിരിക്കുകയും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് ജോലി ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ ജോലിയില്ല, സാമ്പത്തികമായിട്ടായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആദ്യം എന്നെ KSRTC ഇറക്കിയില്ല, ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഈ വാർത്തയ്ക്ക് ശേഷം ഒരു ജോലിയില്ലാത്ത അവസ്ഥ. അങ്ങനെ ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് BJP-ക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയാണ്. ഞാൻ ഇപ്പോൾ പാർട്ടിയിലില്ല, ഒരു പാർട്ടിയിലുമില്ല. ഞാൻ ഉണ്ടായിരുന്ന പാർട്ടിയാണ് എന്നെ തള്ളി പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ BJP-ക്കാരനാണ്. പിന്നെ എനിക്കത് പറയാൻ പറ്റും. എൻ്റെ കാർഡ് നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, കാർഡ് കണ്ടിട്ട് മനസ്സിലായല്ലോ ഏത് പാർട്ടി എന്നുള്ളത്. അങ്ങനെ BJP-ക്കാരനായിരുന്നെങ്കിൽ എനിക്ക് ഇത് അനുഭവിക്കേണ്ടി വരില്ല. അവർ സപ്പോർട്ട് ചെയ്തേനെ. ഇപ്പോൾ ഒരു പാർട്ടിക്കാരും സപ്പോർട്ടില്ല. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു മേയർ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള വടിയായിട്ട് പ്രയോഗിക്കുന്നല്ലാതെ എനിക്ക് അങ്ങനെ ആയിട്ട് ഒരു സാമ്പത്തിക ലാഭമോ അല്ല ജോലി തരാനോ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ്. പാവപ്പെട്ടവ എന്നും പാവപ്പെട്ടവൻ തന്നെയാണ്. 1-2 പ്രതികളെ കേസിൽ നിന്ന് മാറ്റി നിർത്തുക, അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കുക, തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇത് തന്നെ പറയാനുള്ളത് എനിക്ക് അധികാരത്തിൻ്റെ ഇതിലിരിക്കുന്നവരെ ആ അധികാരവും
രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനമോ കാരണമാണ് ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. അടുത്തതും പാർട്ടി മാറ്റം വരുന്നെങ്കിൽ ഈ കേസ് മുമ്പോട്ട് പോകും. ഇപ്പോൾ തന്നെ മേയർ ഇറങ്ങിയപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. എന്നാൽ പോലും പാർട്ടി സപ്പോർട്ട് ചെയ്യും. എത്രത്തോളം ഈ പാർട്ടി അന്ന് ഇവർ ഇത്രയും തോന്നിയ ദിവസം കാണിച്ചിട്ട് പാർട്ടി അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും തോറും അവർക്കത് നഷ്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മേയറുടെ അധികാരത്തിന്റെ ദുരുപയോഗമാണ് ഈ കോർപ്പറേഷൻ ഇലക്ഷന്റെ റിസൾട്ട് എന്ന് ചേട്ടൻ വിശ്വസിക്കുന്നു? അധികാര ദുർവിനിയോഗം തന്നെയാണ്. രാഷ്ട്രീയപരമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റെന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തണം. അല്ലാതെ സപ്പോർട്ട് ചെയ്യും തോറും അത് പാർട്ടിക്കായാലും ഏതൊരു പാർട്ടിയിലായാലും ഇത് തന്നെ ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പാർട്ടിക്ക് മൊത്തത്തിൽ ചീത്ത പേരാണ് ഉണ്ടാകുന്നത്. ഈ കേസിന്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് എന്തൊക്കെയാണ്? 21/1/2026 നോട്ടീസ് കൊടുത്തായിരുന്നു. 2-3 ദിവസം മുമ്പ് പത്രത്തിലൊക്കെ വന്നതാണ്. നോട്ടീസ് വാർത്തയിൽ കൊടുത്തായിരുന്നു. ഈ 6 പ്രതികൾ, നേരത്തെ 5 പ്രതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടക്ടർ മെമ്മറി കാർഡ് കാണുവാനില്ലാത്തതിൻ്റെ പേരിൽ കണ്ടക്ടറും കൂടെ പ്രതിയാണ്. 6 പ്രതികളുണ്ട്. ഈ 6 പ്രതികൾക്കും പോലീസിന് നോട്ടീസ് കോടതി കൊടുത്തായിരുന്നു. അപ്പോൾ ഈ 6 പ്രതികൾ 21/6 പ്രതികളോ അഡ്വക്കേറ്റോ അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് അഡ്വക്കേറ്റോ വരണമെന്നാണ് അന്നേ അറിയുള്ളൂ. കേസിൻ്റെ ബാക്കിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവും. അപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ പട്ടിണിയും പരിവട്ടം തന്നെ. ക്രിസ്മസ് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനായിരുന്നു. ഇപ്പോൾ ക്രിസ്മസിന് കൊച്ചിനൊരു കേക്ക് പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവസ്ഥ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്ന് ഇത് തന്നെ. പണവും കുന്തളിപ്പോൾ അധികാരമുള്ളവന്മാർ തലേ കയറി ഞരങ്ങ. ഇതെല്ലാം മേയർ കാച്ചി ഏറിപ്പോയല്ല. ഇങ്ങനെയൊന്നും കാണിക്കരുത്. നിങ്ങളൊക്കെ നല്ലത് പ്രവർത്തിക്കും, നല്ലത് ചെയ്യുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതങ്ങ് ഇല്ലാണ്ടായിട്ടുണ്ട്. ഇനി ബസ്സിൽ എന്താണ് നടന്നതെന്ന് ഉള്ള ഒരു യാത്രക്കാരൻ പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് കേട്ടു നോക്കാം. ദേവസഹായം എന്ന് പറയുന്ന ആൾ. എന്റെ പേര് ദൈവസഹായം എന്നാ. ദൈവസഹായം എവിടെ സ്ഥലം? എന്റെ വീട് കുഴുത്തറ. തിരുവനന്തപുരം കുഴിത്തുറ. തിരുവനന്തപുരം കുഴുത്തറ. സ്വന്തം വീട്. ഞാൻ വീട്ടിൽ പോവായിരുന്നു. എനിക്ക് സുൽത്താൻബത്തേരി പണിയായിരുന്നു. അവിടെ നേരെ ഒരു വണ്ടി കിട്ടി നേരെ തൃശ്ശൂർ ഇറങ്ങിയിട്ട് ആ ബസ്സിൽ കയറിയതാ. അത് ആലപ്പുഴ വരുന്ന വണ്ടിയാ. കയറിയിട്ട് ഞങ്ങൾ അതേപോലെ തന്നെ കയറി വന്നിട്ട് ആ തിരുവനന്തപുരത്ത് ആ മേയർ പെണ്ണിന്റെ ഭർത്താവ് സജിന്റെ MLA നമുക്കറിയത്തില്ല. പക്ഷെ അവിടെ എനിക്ക് കുഴുത്തറ പോകാനുള്ള ഞാൻ അന്നേ ഫസ്റ്റ് ദിവസം തന്നെ ഇത് വന്നപ്പം തന്നെ ഞാൻ കുഴുത്തറക്കാരനാണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. കുഴുത്തറയാണ് എന്റെ വീട്. എന്റെ അഡ്രസ് അടക്കം ഫുള്ള് ഞാൻ ഏത് കോറി വിളിച്ചാലും ഞാൻ എത്തുമെന്നും അന്ന് എന്താ സംഭവിച്ചതെന്ന് പറയാവോ? അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവര് ബസ് നേരെ കുറുക്കെ പിടിച്ച് കാറ് കുറുക്കെ പിടിച്ചിട്ട് ഒരു ചേട്ടൻ ഒരു MLA എന്ന് പറഞ്ഞ് ആ പുള്ളി ഇറങ്ങി വന്നിട്ട് ബസ്സിനകത്ത് കയറി വന്നിട്ട് പറഞ്ഞ് ഈ ബസ്സിന് അങ്ങോട്ട് പോവില്ല, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി യാത്രക്കാരിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടായി. അപ്പൊ കണ്ടക്ടർ ഡ്രൈവർ സീറ്റിന് തൊട്ടടുത്തിരിപ്പുണ്ട്. ഇപ്പുറത്ത് ഒരു സീറ്റ് ഒരാളിരിക്കുന്ന സീറ്റില്ലേ, രാത്രി ആയതുകൊണ്ട് അവിടെയാണ് ഇരിക്കുക. നമ്മൾ എത്രയും കാലം കൊണ്ട് കയറുന്ന എനിക്കറിയാം. ആ പുള്ളി അവിടെ ഇരിപ്പുണ്ട്. ഇയാൾ വന്ന് പറഞ്ഞോടെ ആ പുള്ളി ആർക്കൊക്കെ ഫോൺ വിളിച്ച് കണ്ടക്ടർ. പിന്നെ ആ പെണ്ണാണെങ്കിൽ കൈയും പോർത്തിയുണ്ട്. ഇങ്ങനെ എന്തൊക്കെ തെരയാന്നോ പറഞ്ഞെന്നറിയാമോ? പെണ്ണെ പിടിച്ച് അകത്ത് കയറ്റി ഇരുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനും അന്നും ഇന്നും അത് തന്നെ പറയുന്നു. ഞാൻ ഒരു സ്കൂട്ടറുകാരൻ വന്ന് നിർത്തിയിട്ട് ആ പുള്ളിയോട് പറഞ്ഞു ചേട്ടൻ എന്നെ കൊണ്ടുവിടി, എനിക്ക് കുഴുത്തറ പോകണമെന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പറഞ്ഞു എന്നാ ചേട്ടൻ കയറിക്കോ എന്ന് പറഞ്ഞു. എല്ലാവരും ഇറക്കി വിട്ട്. ഇവർക്ക് എന്താ കാര്യം? ഏത് ഈ സച്ചിനാണ് യാത്രക്കാരോട് നിങ്ങളെല്ലാം ഇറങ്ങിക്കോ വണ്ടി ഇനി പോകത്തില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത്? ഈ പുള്ളി ഇറക്കി വിട്ടെ. എല്ലാവരും ഈ പുള്ളി ഇറക്കി വിട്ടെ. ഒരാൾ വന്നിട്ട് അവര് ക്യാമറ ഇങ്ങനെ പിടിക്കായിരുന്നു ഈ ഡ്രൈവറിന്റെ അടുത്ത് നിന്ന് വെച്ച്. അപ്പോൾ ആ പെണ്ണ് പറയാ നിർത്തിക്കോന്ന് ഓഫാക്കിടോ, അത് നിർത്തിക്കോന്ന് പറഞ്ഞ് വിളിച്ച് പറയാ. ഇവരൊരു വെള്ളം അടിച്ചോണ്ടിരിക്കാതെ ഈ ടെന്റ് ഈ മറ്റേ ഞങ്ങളെ നാട്ടിൽ പറയുന്ന രീതി വേറെയാ. അവരാൾ വെള്ളം അടിച്ചുകൊണ്ട് ഉണ്ടാക്കി നമ്മൾ വർത്താനം പറഞ്ഞ് നമ്മളൊക്കെ ഇറക്കി വിട്ടത്. ഞാൻ പേടിച്ച് ഈ സച്ചിന് വണ്ടി കയറി ഡ്രൈവറെ തെറി വിളിച്ചോ? ഡ്രൈവറിനെ തെറി വിളിച്ചോണ്ട് പറയാ എടാ വണ്ടി നിർത്തിക്കോ അല്ലെങ്കിൽ മറ്റാൾക്ക് മറിച്ചാക്കെന്ന് പറയും. ഈ പുള്ളി ഡ്രൈവറിനെ തെറി പറഞ്ഞു. എന്നിട്ടാണ് ആ പെണ്ണും ഒരു പെണ്ണും വേറെ ഒരു സ്ഥിരമായിട്ട് അതിലേക്ക് ഇറങ്ങി വന്നിട്ട് ഡോറൊക്കെ തുറന്നിട്ട് അവരെല്ലാം ഉണ്ടാക്കിയത്. ഈ മേയർ എന്ന് പറഞ്ഞോള് ഇവനെ തെറി വിളിച്ചോ യദുനെ? അവളാണ് ഷോ കാണിച്ചത്. ഇതാ നീ ആരാ, മറ്റാണ്, ഞാൻ വലിയ മേയറാണ്. അവളെന്ത് മേയറാണ്, മേയറിന്റെ വണ്ടി വരണം. അത് വല്ല കാറിലും കയറി വന്നാൽ അവളൊന്നും മേയറൊന്നും ഇല്ല. ഞാനായാലും ശരി, ഞാൻ ഒരു പോലീസുകാരനാണെങ്കിൽ ഞാനൊരു ബസ്സിൽ പോയാലും മാത്രമേ എനിക്ക് ഒരു ഡിപ്പെൻഡ് കാറിൽ പോയാൽ എനിക്ക് പോലീസുകാരനാ. അത് കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ വേറെയാ. ഇവർ ചുമ്മാ തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ട് ആ ചെക്കൻ്റെ ജോലിയെ കളഞ്ഞിട്ട് പിന്നെയും വർത്താനം പറഞ്ഞ് നടക്കുന്നത്. ഞാൻ അന്നും ഏത് കോടതി ഞാൻ പറയാം എന്നെ വിളിച്ചാൽ മതി. കോടതിയിൽ താങ്കൾ കണ്ടത് മൊഴി നൽകാൻ തയ്യാറാണോ? ഞാനവരോട് പറയാം ഏത് കോടതി വന്ന് ഞാൻ സത്യാവസ്ഥ പറയുന്നു പറയാം, എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. ഈ സംഭവം എവിടെ വെച്ചാ? തിരുവനന്തപുരത്ത് എവിടെ വെച്ചാണ് ഈ വണ്ടി കാർ ഇവരെ ഫോളോ ചെയ്തത്? ഒരു 3 കിലോമീറ്റർ ഇപ്പം നടന്ന സംഭവം. ഇവർ വണ്ടി കൊണ്ട് ക്രോസ് ഇട്ട് ഇവരാ ഉണ്ടാക്കിയത് പ്രശ്നം മൊത്തം. ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് ഇവരാണ്. വണ്ടി ഇട്ട് ഇവരാണ് ഈ പെണ്ണുങ്ങളാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കി. ഈ ഏതോ അശ്ലീലാംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞത് ചുമ്മാതാണോ സത്യമാണോ? എന്ത് കാണിച്ചില്ല. ഒരു ബസ്സിലേക്ക് ശരി ഞാൻ സൈക്കിളിൽ പോകുന്നു, എന്റെ ഫ്രണ്ട് ഒരു ലൈറ്റ് ഇത് ഒരു കണ്ണാടി വെച്ചോണ്ട് ഞാൻ വരുന്ന ബാക്കി വരുന്ന ഞാൻ വല്ലതും കാണുന്നുണ്ടോ രാത്രി? അല്ല, പറയുമ്പോ എല്ലാം പറയണമല്ലോ. ആരായിക്കോട്ടെ. ഇപ്പൊ ഇതിനു വേണ്ടി നിൽക്കാത്ത ആരും വരാത്തതെന്ന് പറഞ്ഞാൽ ആ ബസ്സിൽ കയറുന്ന ആരും വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ
നമുക്കെന്ന് പറയാൻ നമുക്ക് ഇത് കേസുമായിട്ട് നടക്കേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞാൽ ആരും ഇതിൽ ഇടപെടത്തില്ല. പക്ഷെ ദൈവം എപ്പോഴും ഉണ്ടാവും. ആ സമയത്ത് ഏകദേശം എത്ര പേര് വണ്ടിയിലുണ്ടായിരുന്നു ഈ പ്രശ്നം നടക്കുമ്പോൾ? സാഫല്യം കോംപ്ലക്സിന്റെ പാളയം സാഫല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ടില് വണ്ടി നിറച്ച് നിങ്ങൾ ഇറക്കുമ്പോൾ അന്ന് ആ ബസ്സിനകത്ത് യാത്രക്കാരമായിട്ടുള്ളത് ഒരു 10-15 പേർക്ക് കൂടുതലില്ല. 15 പേര് താഴെ ഉള്ളൂ ഈ പാളയം സാഫല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ടിൽ ഈ ഇഷ്യൂ നടക്കുമ്പോൾ. അത്രേ ഉള്ളൂ. അതിലൊരു യാത്രക്കാരനായിരുന്നു താങ്കള്? അതിലൊരു യാത്ര ഞാനും. ബസ്സിന് പോവില്ല, ഇനി ബസ് പോവില്ല, നിങ്ങൾ യാത്രക്കാലം മൊത്തം ഇറങ്ങിക്കോ, ഇത് വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ട്. പിന്നെ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റും. അവൻ കുടിച്ചിരിക്കാതെ വല്ല തെറിയൊക്കെ പറഞ്ഞേനെ. പിന്നെ അവന്ന് മിണ്ടിയില്ല. എന്നുവെച്ചാൽ നമുക്ക് നാട്ടിൽ പോകണ്ടേ. അങ്ങനെ അവർ രണ്ട് വണ്ടി ഓട്ടാളം നിർത്തി അവരൊന്നും നിർത്തിയില്ല. പിന്നെ ഒരു സ്കൂട്ടർ വന്ന് ചേട്ടാ ഇങ്ങനെ നേരത്തെ ബസ്സിനെന്താ കേടാണ് പോവാന്ന് പറയും. ഇവര് പെണ്ണൊക്കെ എന്ത് തെറിയാ വിളിക്കുന്ന ആ ഡ്രൈവറിനെ. മേയർ ആര്യചന്ദ്രനാണോ ഈ തെറി വിളിച്ചത്? അവള് പറഞ്ഞതാണ്. ഞാൻ എവിടെ ഒന്നും പറയും അച്ചി തന്നെ പറയാം. അവള് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അങ്ങനെയൊന്നും പറയരുത് ആണുങ്ങളെ. അത്ര മോശം തെറിയാണോ വിളിച്ചത് ഈ മേയർ ആര്യചന്ദ്രൻ? ആ പുള്ളി പറഞ്ഞു, എന്റെ ചേട്ടാ ആ പുള്ളി പറഞ്ഞു, നിങ്ങൾ മേയറാണ് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ ഈ വണ്ടി വന്നത് നിങ്ങൾ ആ വണ്ടിയിലാണ് ഈ സർക്കാർ വണ്ടി തന്നിരിക്കുകയാണെങ്കിൽ പറഞ്ഞു മേയറാ നമ്മൾ വണ്ടി സൈഡായി കൊടുക്കും. ഒരു സൂപ്പർ ഫാസ്റ്റ് പിന്നെ എങ്ങനെയാ പോകുന്നതെന്നാ നടു റോട്ടിൽ പോകുന്ന വണ്ടി എത്ര യാത്രക്കാരെ ഇറക്കി വിട്ട്. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ശരിക്കും നല്ല ആണുങ്ങളുണ്ടെങ്കിൽ അടിച്ച് പരിപ്പാക്കി വിട്ടേനെ അവിടെ നിന്ന് തന്നെ. എന്ത് മേയർ എന്ത് പോലീസ് എന്ത് കാണാനാ? ഒരു യൂണിഫോമില്ലാണ് ഇങ്ങനെ ഉണ്ടാക്കുക. അതാണ് നടന്ന സംഭവം. എന്നെ ഇവിടെ അന്നും പറഞ്ഞ ആ പുള്ളി ഈ മൊബൈൽ വിളിച്ച പുള്ളിയും പറഞ്ഞ ഏത് അവന്റെ നമ്പർ കൊടുത്ത് എന്റെ നമ്പർ ആ പുള്ളി കൊടുത്ത് എന്നെ വിളിച്ച ഏത് കോടതി ഞാൻ വന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞ ഏതൊരു എനിക്കാരും പേടിയൊന്നും ഇല്ല. കോടതി എല്ലാവർക്കും ഒന്നാ ഒരു കണ്ടക്ടർ ഡ്രൈവറിന്റെ ഇപ്പറായിരുന്നു. പിന്നെ ഒരാളെ ഫോൺ വിളിച്ച അയാൾ കണ്ടക്ടർ അവിടെ ഇരുന്ന് വെച്ച്. അതാരെ എന്താ നമുക്കറിയില്ല. ഈ ടച്ചിൻ ദേവ് എന്ന് പറയുന്നത് കയറി വന്ന് വെച്ച് മൂപ്പിക്കുക. ഇറങ്ങി എല്ലാവരും പൊക്കോ വന്ന് വണ്ടിയിൽ പോകത്തില്ല, നിങ്ങളൊക്കെ ഇറങ്ങിക്കോ, വണ്ടി കേടാണ് മറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയുമ്പോൾ എല്ലാവരും പെണ്ണുങ്ങളാ ഇരുന്ന 2-3 പെണ്ണുങ്ങളാണ്. അവരൊക്കെ ഇറങ്ങി എല്ലാവരും പോയി. എല്ലാവരും നമ്മളും ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ അങ്ങ് പോയി. പിന്നെ ആ പാവപ്പെട്ട ചെക്കനെ ഇത് ചെയ്തുകൊണ്ട് അവൾ അനുഭവിച്ചു. അന്ന് ഞാൻ പറഞ്ഞ ഇവള് അനുഭവിക്കുന്നു, അതേപോലെ ദൈവം കൊടുത്തു അനുഭവിക്കും. കോടതി ഏതായാലും ശക്തമായി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇനി ദൈവം നമ്മളെ സർക്കാരിന്റെ കൂടെ അല്ല, നമ്മളെ ജനങ്ങളെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഇവളും ഭർത്താവും കോടതി കയറി ഇറങ്ങും. അത് ഞാൻ പറഞ്ഞ അന്നൊരു വാക്കാ, അത് വാക്കാം. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം. പാവപ്പെട്ട ഒരു ചെക്കൻ ഇങ്ങനെ ചെയ്യാണ്ട് ഒരു കാര്യമില്ല. ഇവര് വെള്ളം അടിച്ചോണ്ട് ഇവര് വല്ലതും അറിഞ്ഞോ? ഇന്ന് ഇവരെ കൊണ്ട് നോക്കണ്ടേ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട്? ഇവള് വെള്ളം അടിച്ചോണ്ട് വന്ന കല്യാണം പുരേന്ന് വന്നതാണല്ലോ. ഇവള് വെള്ളം അടിച്ചോണ്ടെന്ന് ആരും അറിഞ്ഞോ? ഒരു പോലീസുകാർ കൊണ്ടുപോയില്ലല്ലോ. ദൈവസഹായം എന്ന് പറയുന്ന ആൾ ആ വണ്ടിയിലെ പാസഞ്ചർ ആയിരുന്നുവെന്നും അന്ന് കണ്ട കാഴ്ച കൃത്യമായിട്ടും കോടതിയിൽ പറയാൻ തയ്യാറാണെന്നും ഞാൻ ഇതിന്റെ അഭിഭാഷകനോട് പറയാം. പാവപ്പെട്ടവർ നമ്മള് ഏത് പാവപ്പെട്ടാണ്? എനിക്ക് 3 മക്കളുള്ള, എനിക്ക് പെണ്ണുമ്പിള്ളൊന്നും ഇല്ലാത്ത പെണ്ണുമ്പിള്ളൊക്കെ മരിച്ചുപോയി. എന്നിട്ട് അന്ന് ഇത് തന്നെ പറഞ്ഞു, ഇത് ഇന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം. പാവപ്പെട്ട ഒരു ചെക്കൻ ഇങ്ങനെ ചെയ്യാണ്ട് ഒരു കാര്യമില്ല. ഇവര് വെള്ളം അടിച്ചോണ്ട് ഇവര് വല്ലതും അറിഞ്ഞോ? ഇന്ന് ഇവരെ കൊണ്ട് നോക്കണ്ടേ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട്? ഇവള് വെള്ളം അടിച്ചോണ്ട് വന്ന കല്യാണം പുരേന്ന് വന്നതാണല്ലോ. ഇവള് വെള്ളം അടിച്ചോണ്ടെന്ന് ആരും അറിഞ്ഞോ? ഇവര് പോലീസുകാർ കൊണ്ടുപോയില്ലല്ലോ. അവർ കുത്താച്ചി ചെയ്തല്ലോ ഇവര്. അതാണ് ഏത് കോടതി ഞാൻ പറയും. എനിക്കൊരു പോലീസുകാരനെ ഒരു കോടതി എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അവിടെ വല്ലതും പറഞ്ഞിറങ്ങിയ അതാണ്. നമ്മുടെ യദു പറഞ്ഞതുപോലെ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ, അല്ലാത്തവന്മാർ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് ഇതുപോലെ കയറിയിടിയും. ഇത് ആ ബസ്സിലുണ്ടായിരുന്ന ഒരാൾ പറയുന്നതാണ്. അതായത് മേയറും നമ്മുടെ MLA ചേട്ടനും കൂടി വന്ന് കാണിച്ചിട്ടുള്ള കൊന്തളിപ്പുകളാണ് ഈ മേൽപ്പറഞ്ഞ കട്ടികൾ. ഇത് ഓരോന്നും അവർ കാട്ടിക്കൂട്ടിയ പരിപാടികളാണെന്ന്. എന്നിട്ട് തെളിവുകൾ നശിപ്പിക്കുക. എന്തിന്? ഓക്കെ, കുന്തളിപ്പുകൾ പട്ടിഷോൾ എല്ലാം കാണിച്ചതും പോരാഞ്ഞിട്ട് ഈ യദു എന്ന് പറയുന്ന വ്യക്തി ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ജോലി പ്രൈവറ്റ് ബസ്സിലോട്ട് പോയപ്പോൾ അവിടെയും ആ ബസ്സിനെ എന്ന് ഓരോന്നിനും അതിനും ഇതിനൊക്കെ പിടിപ്പിച്ച് അവസാനം അവർ തന്നെ ജോലി എന്ന് പറഞ്ഞു വിടുന്ന ഒരവസ്ഥ. അതായത് ജോലി തെറിപ്പിക്കുന്ന അവസ്ഥ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് എന്ത് തന്തയില്ലാത്ത പരിപാടിയും കാണിക്കാമെന്നുള്ളൊരു കുന്തളിപ്പിന്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അവസ്ഥ തന്നെ വല്ലാത്ത അവസ്ഥ. എന്തായാലും ഇതുപോലെ അധികാരങ്ങളൊക്കെ ഇങ്ങനെ തെറിക്കട്ടെ, തെറിച്ചിട്ട് പെരു വഴിയിലാകട്ടെ. വരുന്ന ഇലക്ഷനിൽ ഈ MLA ചേട്ടനുള്ള മറുപടിയും കൂടി ജനങ്ങളൊന്നങ്ങ് കൊട്ടുക്കണം. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇത് അധികാരവും പൈസയും കയ്യിലുള്ളത് കൊണ്ടാണല്ലോ കുന്തളിപ്പുകൾ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കാണിക്കുന്നത്. ചെറുപ്പക്കാർ അധികാരത്തിൽ വരുമ്പോൾ നാടിന് ഒരു മാറ്റം ഉണ്ടാവും, നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇവരെ പോലുള്ളവർ വന്നിട്ട് തകർത്ത് ഫ്ലാറ്റാക്കി വിടുന്നത് കാണുമ്പോൾ വീണ്ടും പുച്ഛം മാത്രം. കൂടുതലൊന്നും പറയാനില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കേണ്ടി വരും. അമ്മാതിരി അപരാധങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അങ്ങ് എവിടെയൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ പേരിൽ BJP കാരന്മാർ കാണിക്കുന്ന പരിപാടി കണ്ടില്ലേ? എനിക്കറിഞ്ഞൂടാ. അധികാരങ്ങളും മതവും അതും ഇതൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്.
ജീവിക്കാൻ പറ്റുമെന്ന് ലോകാവസാനത്തോട് അടുക്കുന്നുണ്ടോ എന്ന് വരെ സംശയം തോന്നുന്നു. ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും വല്ലാത്ത അവസ്ഥ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.